ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീറ്റർ ബോക്സ് കാര്യങ്ങളൊക്കെ എത്ര ഹൈറ്റിലാണ് വെക്കേണ്ടത്. അത് KCBയിൽ നിന്ന് ആൾ വരുന്ന സമയത്ത് നമുക്ക് റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഹൈറ്റിലാണ് വെക്കേണ്ടത്, എത്ര ഫ്യൂസ് യൂണിറ്റ് എത്ര എണ്ണം വെക്കണം, അതുപോലെ തന്നെ എത്ര ആംബിയറിൻ്റെ ഫ്യൂസ് യൂണിറ്റാണ് വെക്കണം എന്ന ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആ ഹോൾ കണ്ടോ, അതിലൂടെയാണ് നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് കാണുന്നത്. അതിലൂടെ പുറത്ത് നിന്ന് റീഡറായിട്ട്, അതായത് KCBയിൽ നിന്ന് വരുന്ന ആൾ മീറ്റർ റീഡിങ്ങിന് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണണം. ഇതാണ് അതിൻ്റെ പർപ്പസ്. അതായത് കറക്റ്റായിട്ട് നിൽക്കുന്ന ലെവലിൽ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ റീഡിങ് കാണാൻ ആ ഹൈറ്റിലാണ് നമ്മൾ എപ്പോഴും മീറ്റർ ബോക്സ് വെക്കേണ്ടത്. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റിലാണ് മീറ്റർ ബോക്സ് ഇരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കില്ല. നമ്മളെല്ലാം തന്നെ 5 അടി ഹൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ബേസ്മെൻറ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന മീറ്റർ ബോക്സിൻ്റെ അടിയിൽ നിന്നും ബേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 5 അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ, അതായത് ഒരാൾ നിൽക്കുന്ന ലെവലിൽ നിന്നും കണ്ണിൻ്റെ അതേ ലെവലിൽ ഐസൈറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ മീറ്റർ ബോക്സ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അതായത് മീറ്റർ ബോക്സ് കറക്റ്റായിട്ട് കാണണം. മീറ്റർ ബോക്സ് അകത്തിരിക്കുന്ന മീറ്ററിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലായിരിക്കണം മീറ്റർ ബോക്സ് ഇനി സെറ്റ് ചെയ്യേണ്ടത്. മീറ്റർ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് 3 ഫേസ് ആണ്. 3 ഫേസ് ആയതുകൊണ്ട് 3 ഫ്യൂസ് യൂണിറ്റ് ആണ് ഉള്ളത്. 32 ആംസ് 415 വോൾട്ടിൻ്റെ ഫ്യൂസ് യൂണിറ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂട്രൽ ലിങ്ക് വരുന്നുണ്ട്. ന്യൂട്രൽ ലിങ്ക് നമുക്ക് കൊടുക്കണം. അതിന് മുന്നുള്ള വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുക്കണം. ഇപ്പോൾ മസ്റ്റാണ്, ന്യൂട്രൽ ലിങ്ക് കൊടുക്കണം. 3 ഫ്യൂസ് യൂണിറ്റ് കൊടുക്കണം. ഇതെല്ലാം മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ എർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്യൂസ് യൂണിറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് 63 ആംസിൻ്റെ ഫ്യൂസ് യൂണിറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ DB ഉപയോഗിക്കുന്ന 61 ആംസിൻ്റെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 100 ആംപിയറിൻ്റെയാണ് DB ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 100 ആംപിയർ വരുന്ന ഏരിയ ആണെങ്കിൽ അത്രയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 100 ആംപിയറിൻ്റെ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ അതുപോലെ തന്നെ ഫ്യൂസ് യൂണിറ്റ് അല്ല, ന്യൂട്രൽ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ 63 ആംസിൻ്റെ ന്യൂട്രൽ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ കണ്ടു 32 ആംസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ഫേസിനും RYB എന്ന് പറയുന്ന 3 ഫേസാണുള്ളത്. 3 ഫേസിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ സെപ്പറേറ്റ് ഫ്യൂസുകൾ. R എന്ന് പറയുന്ന ഫേസ്, Y എന്ന് പറയുന്ന ഫേസിന്, ബ്ലൂ എന്ന് പറയുന്ന ഫേസിന്, ഇതെല്ലാത്തിനും സെപ്പറേറ്റ് ഫ്യൂസ് യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്യൂസ് യൂണിറ്റ് എല്ലാം തന്നെ 32 ആംസ് 415 വോൾട്ട് 3 ഫേസ് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂസ് യൂണിറ്റ് 415 വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും. അതായത് 2 ഫ്യൂസ് യൂണിറ്റ് 2 അറ്റത്തായിട്ട് തന്നെ ബ്രാസിൻ്റെ ഉണ്ടോ, അതിൽ നിന്നാണ് കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. അതായത് അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഫ്യൂസ് യൂണിറ്റിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മൾ കറക്റ്റായിട്ട് ലൈൻ, അതായത് മീറ്ററിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ് ഒരു സ്ഥലത്ത് കൊടുക്കും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്നത് ഈ ഫ്യൂസ് യൂണിറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വയർ വഴിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യം ഹൈ ആംപിയർ ഉണ്ടാകുന്ന സമയത്ത് ഈ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന വയറാണ് കരിഞ്ഞു പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ മീറ്ററിൽ നിന്ന്, അത് KCBയിൽ നിന്ന് അത് മീറ്ററിലേക്കാണ് വരുന്നത്. മീറ്ററിൽ നിന്ന് നേരെ ഫ്യൂസ് യൂണിറ്റിലേക്ക് വരുന്നു. ഫ്യൂസ് യൂണിറ്റിൽ നിന്നാണ് നമ്മുടെ അകത്തിരിക്കുന്ന DBയിലേക്ക് പോകുന്നത്. അപ്പോൾ അകത്തെ DBയിലേക്ക് പോകുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്യൂസ് യൂണിറ്റിൻ്റെ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് ഫ്യൂസ് യൂണിറ്റിൻ്റെ കാരിയർ വരുന്നത്. ഈ കാരിയർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടറ്റത്തിന് 2 പോയിൻ്റാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ ഫ്യൂസ് കുത്തുന്ന സമയത്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുത്തു. അതായത് ഒറ്റ ന്യൂട്രാണ് വരുന്നത്. ആ ന്യൂട്രും കൂടി കൊടുത്തു. 3 ഫേസും ഒരു ന്യൂട്രുമാണ് നോർമൽ ലെവലിൽ നമ്മുടെ 3 ഫേസ് കണക്ഷനിൽ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം 3 ഫേസ് കണക്ഷനിൽ വരുന്ന കണക്ഷൻസ് എങ്ങനെയാണെന്നും എത്ര ഹൈറ്റിലാണ് നമ്മുടെ മീറ്റർ ബോക്സ് വെക്കേണ്ടതെന്നും ഫ്യൂസ് യൂണിറ്റ് എത്രേൻ്റെ ഉപയോഗിക്കണമെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.